ഹലോ വെൽക്കം ബാക്ക്. ആദ്യം തന്നെ ഒരുപാട് സോറി, ഇന്നലെ നമ്മുടെ വിന്നറിനെ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ പറയാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളത് പറയുന്നതാണ് കേട്ടോ. സോ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ ഓൾ ഒന്നും കൂടെ കൊടുക്കുക. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ ആ കന്ത് വിട്ട് നിൽക്കുന്നുണ്ടാവില്ലേ, എന്താ അത് വൃത്തികേടായ ഒരു സംഭവമാണല്ലോ കാണിച്ചു തരുന്നതെന്ന്. പക്ഷെ അതൊന്നുമല്ല, ചെറുതായിട്ടൊരു ക്ലീനിങ് ആൻഡ് എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്രാഫ്റ്റ് സപ്ലൈസ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ലാസ്റ്റ് വീഡിയോ എടുത്ത ക്രാഫ്റ്റിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ എനിക്ക് കുറച്ച് പേപ്പർ വാല്യുവേഷൻ ഉണ്ടായിരുന്നു SSLCൻ്റെ. അപ്പം ആ ഒരു വാല്യുവേഷൻ്റെ സമയത്ത് ഇതൊക്കെ കൂടി ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നീക്കിയിട്ടാണ് പേപ്പേഴ്സൊക്കെ ഇവിടെ ഇരുന്ന് നോക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ പ്ലാന്റ്സിനൊക്കെ ഒന്ന് പരിപാലിക്കുകയാണ്. റൂമിൽ വന്നിട്ട് 2 ചെടിക്ക് വെള്ളം വേണ്ട ചെടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വെള്ളം കൊടുത്തു. പിന്നെ മണി പ്ലാന്റ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്ലാന്റ് ഉണ്ടെന്ന്, ഒരു പേര് അറിയില്ല, ഉമ്മ കുട്ടീന്ന് കൊണ്ടുവന്നാന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്തോ ചീഞ്ഞിട്ട് അതിൽ വെള്ളത്തിൽ ചെറിയൊരു പുഴുവിനെ ഞാൻ കണ്ടു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് റെഡിയാക്കിയിട്ട് വെട്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ടേബിൾ ക്ലീൻ ആക്കി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. കാരണം ഞാൻ എത്ര എടുത്ത് വെച്ചാലും നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, എനിക്ക് മോനുണ്ട് ചെറുത്. അപ്പോൾ അവന് അതെടുത്തുകൊണ്ട് അതേപോലെ തന്നെ ഇട്ടു. അപ്പോൾ അങ്ങനെ ഒരു മീൻസ് നമ്മളെത്ര ഞാനിപ്പോൾ രാവിലെ അത് വൃത്തിയാക്കി വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വന്നാൽ അതേപോലെ വീണ്ടും അലമ്പായിട്ട് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഷെൽഫിലോട്ട് വെക്കുന്നുണ്ട്. അവനെടുക്കാൻ പറ്റാത്ത രീതിയിലൊന്നും ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കുഞ്ഞു സ്ട്രോസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഉണ്ടാക്കിയൊരു ഫ്ലവർ വേസ് എങ്ങാണ്ടായിരുന്നു. അതൊക്കെ അവന് പറിച്ചെടുത്തുകൊണ്ട് ആ കുഞ്ഞു പീസസൊക്കെ ഞാൻ ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫയലിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ജസ്റ്റ് ഒരു കപ്പിലിട്ട് വെച്ചു. പിന്നെ ഈ ഒരു ബോക്സാണ്, അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി തുടച്ചിട്ട് അതിൽ ഫെവിക്കോൾ നേരത്തെ വെച്ച ഒരു സ്ട്രോ പീസസ്, പിന്നെ 2 ടാപ്പ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഒന്ന് ട്രാൻസ്പാരൻറ്റ് സെല്ലോ ടാപ്പും മറ്റേതൊരു ബ്രൗൺ കളർ വരുന്നതും, പിന്നെ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റും. ഈ സംഭവങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബട്ടൺസുകൾ ഉണ്ടായിരുന്നു, ഞാൻ വിൻറ്റേജ് ആണൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അത് ആ ഒരു കുഞ്ഞു ബോക്സിലാക്കി വെച്ചു. ഈ ഒരു ഈ കവറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീക്കിലി എൻ്റെ വീട്ടിലോട്ട് പോകും ട്യൂഷൻ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന കവറാണ്. ഇതിലാണ് ഞാൻ ക്രാഫ്റ്റ് സപ്ലൈസ് ഒക്കെ കൊണ്ടുപോകാറ് പോകുമ്പോൾ. അപ്പോൾ ഇത് നോക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്താണ് പകുതി സാധനങ്ങളെന്ന് മനസ്സിലാവുന്നത്. ഞാൻ വിചാരിച്ചു എന്താ അപ്പോൾ ബോക്സിൽ സാധനം ഇട്ടിട്ടെന്ന് അറിയാത്തതെന്ന്, കാരണം എപ്പോഴും നിറഞ്ഞാൽ നിൽക്കാറ്. അപ്പോൾ പകുതി സാധനം ഇതിൻ്റെ അകത്താണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ഐ സ്റ്റിക്സ്. അപ്പോൾ കുറച്ച് കളേർഡ് ഐ സ്റ്റിക്സ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതാ പുതിയത് വാങ്ങിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നമ്മളുണ്ടാക്കിയ ഒരു എന്താ പറയുക സ്റ്റോറേജ് ബോക്സ് ഉണ്ടായിരുന്നു, അതിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കുറച്ച് ത്രെഡ്സ് ഉണ്ട്, ഒരു റെഡ്, ഒരു പിങ്ക് ആൻഡ് വൈറ്റ്, ഒരു ബ്ലൂ, പിന്നെ നമ്മളെ ജൂട്ടിൻ്റെ ത്രെഡ് ഉണ്ട്. അതൊക്കെ ഞാനത് ഈ ഒരു ബോക്സിൽ ഞാൻ കുറച്ച് പൊട്ടുന്ന ഐറ്റംസൊക്കെയാണ് വെക്കാറ്. അപ്പോൾ അതിലോട്ടാണ് ഞാൻ ത്രെഡൊക്കെ വെക്കുന്നത്. പിന്നെ ഇത് ഞാൻ ബീച്ചിലോട്ട് പോയപ്പോൾ കഷ്ടപ്പെട്ട് പെറുക്കിയ എൻ്റെ ഷെൽസും കാര്യങ്ങളൊക്കെയാണ്. മറ്റേ കക്കൻ്റെ തോട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു പ്രിങ്കിൾസിൻ്റെ ബോക്സിൽ ഇട്ട് വെച്ചു. പിന്നെ വാഷി ടേപ്പ് ആണെങ്കിൽ എൻ്റെ കയ്യിൽ 4 ഉള്ളത്, ഒന്ന് ലാസ്റ്റ് കാണാം. അപ്പോൾ അത് പിന്നെ ഇതാ കുറച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയ വിൻറ്റേജ് ജനറൽ സപ്ലൈസ് ഉണ്ടായിരുന്നു, കുറച്ച് ഫ്രെയിം, പിന്നെ ഫ്ലോറൽ സ്റ്റിക്കേഴ്സ്, പിന്നെ ഈ ഡ്രസ്സിൻ്റെ കാർഡ്സൊക്കെ ഞാൻ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ്, നല്ല കട്ടിയുള്ളതാണെങ്കിൽ മാത്രം എടുത്ത് വെക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ബ്ലാക്ക് കണ്ടെയ്നറിൽ വന്നിട്ട്. ഇങ്ങനത്തെ ഒരു ബ്ലാക്കും കൂടെ ഉണ്ടായിരുന്നു, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതുപോലെ കുറച്ച് മിറേഴ്സ് ഉണ്ട്. ഇതും എന്തോ ഒരു വർക്ക് ദീപാവലി ക്രാഫ്റ്റ് എങ്ങാണ്ട് ചെയ്യാൻ വാങ്ങിച്ചായിരുന്നു. പിന്നെ അത് എൻ്റെ മെയിൻ സംഭവമാണ് എൻ്റെ ബ്രഷ് പെൻസ്, സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കി അതിന് യൂസ് ചെയ്യല്. പിന്നെ ഇതുപോലെ ജെൽ പെൻ ഉണ്ട്, ഒരു സിൽവർ പെൻ, ഒരു വൈറ്റ്നർ. പിന്നെ ഇത് നോർമൽ പെൻസാണ്. ഈ 3 രൂപേൻ്റെ പെൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല സ്മെല്ലാണ് അതുകൊണ്ട് എഴുതുമ്പോൾ. പിന്നെ ഒരു ബ്രൗൺ മാർക്കർ ഉണ്ട്. പിന്നെ ജെൽ പെൻ 2 ഉണ്ട്, പക്ഷേ ആ ബ്ലാക്കിലാറെ ഒന്നും കൂടെ നമുക്ക് ഈ സുഖം അതാണ്. പിന്നെ ഒരു ക്യൂട്ട് പെൻസിലും കൂടെ ഉണ്ട്, പെൻസിലിൻ്റെ അടപ്പ് പോയിട്ടുണ്ടെന്നുള്ളൂ. ഈ സംഭവങ്ങളൊക്കെ ഞാൻ ആ ബ്ലാക്ക് ഇതിൽ തന്നെയാണ് വെച്ചത്, പക്ഷേ ആ പാത്രം അപ്പോൾ പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ ഡോണറ്റ് വാങ്ങിച്ചപ്പോൾ ഒരു വൈറ്റ് കിട്ടിയിട്ടുണ്ട്, അതിലിട്ട് വെച്ചു. പിന്നെ ഇതുപോലെ ഒരു ലൈറ്റ്, പിന്നെ വാട്ടർ കളറിൻ്റെ പാനറ്റ് ഉണ്ട്. അതൊക്കെയാണ്. പിന്നെ ഒരു ത്രെഡ് കാണിച്ചിരുന്നില്ല, അത് ലൈറ്റിൻ്റെ തലയ്ക്ക് ഞാൻ കുറേ കൊട്ടൊക്കെ കൊടുത്തു, അതെന്തോ ഓഫായിട്ടുണ്ട്. പിന്നെ ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ട്, ഒരു സിപ്പ് ഉണ്ട്, കുറച്ച് ബലൂൺസ്, OHB ഷീറ്റ്സ്, പിന്നെ ബ്രൗൺ കളറിലുള്ള ഇങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സ് ഒരു സെറ്റ് ഉണ്ട്. പിന്നെ വന്നിട്ട് ഈ ഒരു സംഭവമാണ് ഗ്ലിറ്റർ ഫോം ഷീറ്റ്. അത് ഗ്രീന്, റെഡ്, സിൽവർ, ഗോൾഡൻ, അങ്ങനെ കുറച്ച് കളറാണ്. പിന്നെ ഒരു പിങ്കും ഒരു പർപ്പിൾ പോലത്തെ ഉണ്ട്. പിന്നെ വന്നിട്ട് 2 പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ ചാർട്ട് പേപ്പേഴ്സ് ആണെങ്കിൽ റെഡ്, ബ്ലാക്ക്, പിന്നെ വൈറ്റ് കുറച്ചുണ്ട്, അപ്പോൾ അത് മുകളിലാണ്. പിന്നെ ഈ ഒരു ജൂട്ടിൻ്റെ പേപ്പർ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള പാറ്റേൺ പേപ്പർ ഉണ്ട്. പിന്നെ കുറച്ച് പാറ്റേൺ പേപ്പർ ഇതേ ഒരു A5 സൈസിൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ അത് സ്ക്രാപ്പ് ബുക്കിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് വാങ്ങിച്ചു വെച്ചതാണ്. ഈ ഒരു പാറ്റേൺ പേപ്പർ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഇതിന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വേണം. അപ്പോൾ നമുക്കൊരു ആൽബം വർക്ക് ചെയ്യാനുണ്ട്, ചെയ്യണം. പിന്നെ എൻ്റെ മെയിൻ ആയതാണ് ആ കത്രിക. ഇനി ഈ ഒരു ബോക്സിൽ വന്നിട്ട് ഇതേ 2-3 ബട്ടൺസ് ഉണ്ട് കേട്ടോ. ഞാൻ ഉപ്പാൻ്റെ കടയിൽ നിന്ന് പൊക്കിയതാണ്, എന്താ ഗമ്മല്ലേ പറയാൻ. അല്ല കേട്ടോ, ഉപ്പ കുറച്ച് ഹെൽപ്പ് ചെയ്തപ്പോൾ ഉപ്പ അത് എടുത്തോ എന്ന് പറഞ്ഞതാണ്. പിന്നെ ഒരു റെഡ് കളർ സാറ്റിൻ റിബൺ ഉണ്ട്. പിന്നെ ഇതാ നമ്മളെ കത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ തുറക്കണ കത്തി.
പിന്നെ ഈ പിന്നുണ്ട്, ഇത് വലുതും ഒരു ചെറുതുണ്ട് എൻ്റെ കയ്യിൽ. ചെറുത് ഇപ്പോൾ എവിടെയാണാവുക. പിന്നെ ഇതുപോലെ കുറച്ച് എന്താ പറയുക ലൈസ് ഉണ്ട്. പിന്നെ അത് മറ്റേ തന്നെയാണ് വാഷി ടേപ്പ്. പിന്നെ ഈ ഒരു സംഭവം ഡിവൈഡർ, അത് നമ്മൾ ഫെവിക്കോളൊക്കെ തുറന്നു വെച്ചാൽ അടപ്പില്ല, അപ്പോൾ അത് കട്ടായിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് കുത്തി തുറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആ ഡിവൈഡർ. പിന്നെ ഇതാ നമ്മളെ ഫാബ്രിക് പെയിൻറ്റ്സ് കുറച്ചൊക്കെ ഉണ്ട്. പിങ്ക്, വൈറ്റ്, വയലറ്റ്, ഗ്രീന്, പിന്നെ ഗോൾഡന്, ബ്ലാക്ക്, റെഡിന് 2 ബ്ലാക്ക് 2 അങ്ങനെയൊക്കെയാണ് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് എൻ്റെ ക്രാഫ്റ്റ് സപ്ലൈസ് വരുന്നത്. അപ്പോൾ തൽക്കാലം ഞാനിതൊക്കെ ഓരോരോ ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. ഇനി ടേബിളൊക്കെ ക്ലീൻ ചെയ്യാണ്ട്, പക്ഷേ ഇന്ന് അതിൻ്റെ ടൈമില്ല. ഇതോടുകൂടി കഴിഞ്ഞോ നിങ്ങൾ വിചാരിക്കരുത്. എൻ്റെ ആക്രിമാക്ക സാധനങ്ങളൊക്കെ കണ്ടാൽ കുട്ടിമാമ നിങ്ങൾ ഞെട്ട അവസ്ഥയാണ്. ഇനി ഇതൊക്കെ റെഡിയാക്കാനുണ്ട്. കുറച്ച് ബോക്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടെന്ന് അറേഞ്ച് ചെയ്ത് വെച്ച കുറച്ച് സാധനങ്ങൾ ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഇതൂടെ ക്ലീൻ ആക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് താത്താൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ പിന്നെ ഇതിമ്മൽ നിന്നാലൊന്ന് ടൈം അങ്ങനെ പോകും. അങ്ങനെ പരിപാടീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവുക. അപ്പോൾ അവിടെ എത്തിയിട്ട് പിന്നെ സ്ഥലം നോക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതിന് മുൻപ് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങളെ കമൻറ്റ് എത്രത്തോളം ഉണ്ടാകും അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. മേ ബി എൻ്റെ റിലേറ്റീവ്സോ അങ്ങനത്തെ കമൻറ്റൊക്കെ ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വീഡിയോയിൽ ഇതുവരെ കമൻറ്റ് ഇടാത്ത ഒരുപാട് പേര് അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കമൻറ്റ് ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ 8 or 10 പേരുണ്ടാവുള്ളൂ. പക്ഷേ ആ ഓരോ പേരും എൻ്റെ മെമ്മറിയിൽ എന്നും ഉണ്ടാവും. കാരണം എനിക്ക് വരുന്ന അത്രയ്ക്കും നമ്മളത് വാല്യുബിളായിട്ട് ഉള്ള കമൻറ്റ്സ് തന്നെ ആയിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു ഗിഫ്റ്റ് തരിക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം നമുക്ക് നിങ്ങളെ കമൻറ്റ്സും നിങ്ങളെ സപ്പോർട്ടൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തരണം എന്ന് തോന്നും. പക്ഷെ നമുക്കത് കഴിയില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് തരുമ്പം എന്തോ ഉള്ളൊരു വിഷമാണ് ബാക്കിയുള്ളവർക്ക് തരാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. പക്ഷേ നിങ്ങൾക്ക് ഈ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഇഷ്ടമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ ചെയ്യാറുണ്ട്. കമൻറ്റ് ഇട്ട് ആരും വിഷമിക്കാണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. കിട്ടില്ലെന്ന് എഴുതിയിട്ട് സപ്പോർട്ട് ചെയ്യാണ്ട് നിൽക്കരുത്. ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തരണം. അപ്പോൾ നമ്മൾ ഗീവ് അവേ ചെയ്ത പോലെ തന്നെ നറുക്കിട്ടിട്ടാണ് നമ്മൾ വിന്നറെ സെലക്ട് ആക്കിയിട്ടുള്ളത്. അവർ വിന്നർ ഈസ് അർച്ചന.